PR ഉള്ളതുകൊണ്ട് അനുമോക്ക് ഒരുപാട് ഗുണം അവിടെ ചെയ്തിട്ടുണ്ട്. സോ ഒബിയസ്ലി കപ്പടിക്കുന്ന അനുമോൾ തന്നെ ഇരിക്കണം, മറ്റൊന്നുണ്ടോ. 4 ടാസ്കിലൂടെ 4 ചാൻസസിലൂടെ ഒരു ഗെയിം വെച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചർച്ച ചെയ്യുന്ന പറയാനാണെങ്കിൽ തുടക്കത്തിൽ ചർച്ച ചെയ്താൽ പോരെ. ഇല്ല, അക്ബർ കപ്പടിക്കില്ല, അക്ബർ കപ്പടിക്കത്തൊന്നും ഇല്ല ഒരിക്കലും. അനുമോളത്തെ കുർത്തിയുടെ അവിടെ പറഞ്ഞിരിക്കുന്നു, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ലക്ഷ്മിക്ക് എന്താണ് ശിക്ഷ കൊടുത്തില്ല? ലക്ഷ്മിക്ക് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല ആ സമയത്ത്. അല്ലേ? അപ്പൊ നീ കാശുണ്ടാക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് തെറ്റാണ്. അതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. എന്താണ് ഇപ്പോഴത്തെ സീസൺ 7 കുറിച്ചുള്ള സിജോയുടെ ഒരു നിഗമനം? അനുമോള് കപ്പടിക്കും, 100% ഉറപ്പ്, 100%. PR ഉള്ളതുകൊണ്ട് മാത്രമല്ല, നമ്മളിപ്പോ എപ്പിസോഡ് കാണുന്ന അനുസരിച്ചിട്ട് നമുക്ക് ഊഹിക്കാമല്ലോ അനുമോളെ കപ്പടിക്കുള്ളൂ. അനുമോള് കപ്പടിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അനീഷ് റണ്ണറപ്പ് ആവും, ഷാനവാസ് 3rd ആവും, നൂറ 4th ആവും, 5th ആരാന്ന് എനിക്ക് ഇപ്പോഴും ഉറപ്പിക്കാൻ പറ്റില്ല. ഇല്ല, അക്ബർ കപ്പടിക്കില്ല, അക്ബർ കപ്പടിക്കത്തൊന്നും ഇല്ല ഒരിക്കലും ഇല്ല. അനുമോളെ കപ്പടിക്കുള്ളൂ. അതിന് പല മാനദണ്ഡങ്ങൾ ഉണ്ടാവാം. അനുമോളാണ് നമുക്ക് എപ്പിസോഡിലൊക്കെ ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്ന അനുമോളാണ്. ശക്തമായിട്ടുള്ള PR ഉണ്ട്. PR കൊണ്ട് മാത്രം കപ്പടിക്കുമെന്ന് ഞാൻ പറയുന്നില്ല. എങ്കിൽ തന്നെ PR ഉള്ളതുകൊണ്ട് അനുമോക്ക് ഒരുപാട് ഗുണം അവിടെ ചെയ്തിട്ടുണ്ട്. സോ ഒബിയസ്ലി കപ്പടിക്കുന്ന അനുമോൾ തന്നെ ഇരിക്കണം, മറ്റൊന്നുണ്ടാകുമ്പോൾ. അതിലോർ നെവിൻ പോകുന്ന എനിക്ക് തോന്നുന്നു. ചിലപ്പോ സാബുമാൻ പോവാം, എനിക്കറിയില്ല. അത് മോശമായി ബിഗ് ബോസ് കാണിച്ചത്. പിന്നെ അവിടെ അനുമോളത്തെ കുർത്തിയുടെ അവിടെ പറഞ്ഞിരിക്കുന്നു, വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ആരിനെ പറ്റിയും ജിസിലിനെ പറ്റി അനുമോൾ പറഞ്ഞപ്പോ അനുമോക്ക് എല്ലാവർക്കും കൂടെ തുണി അലക്കാൻ മാത്രമാണ് അവിടെ അന്ന് ഒരു ശിക്ഷയായിട്ട് കൊടുത്തത്. അപ്പൊ ലക്ഷ്മിയോട് എന്തൊക്കെ വിവരക്കേട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അല്ല, അത് പോട്ടെ. ഇപ്പൊ ലക്ഷ്മിയോടെ ഓണിയെ പറ്റി പറഞ്ഞതൊക്കെ ശുദ്ധ വിവരക്കേടല്ലേ. ലക്ഷ്മിക്ക് എന്താണ് ശിക്ഷ കൊടുത്തത്? ലക്ഷ്മിക്ക് ഒരു ശിക്ഷയും കൊടുത്തിട്ടില്ല ആ സമയത്ത്, അല്ലേ? അനുമോൾ അന്ന് ജിസേലിനെ പറ്റി ജിസേലിനെ ആരെ പറ്റി പറഞ്ഞപ്പോഴത്തേക്കും ലാലേട്ടൻ വന്നെന്ന് പറഞ്ഞത് ബിഗ് ബോസും ഞങ്ങളും 6 മണിക്കൂറോളം പരിശോധിച്ചിട്ട് ഇത് കണ്ടിട്ടേ ഇല്ലെന്നാ. അതിനർത്ഥം അനുമോൾ പറഞ്ഞത് ഫേക്കാണ്, കള്ളത്തരമാണെന്നാണ് ലാലേട്ടൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അനുമോക്കോടെ ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുക്കേണ്ടതല്ലേ. ഇപ്പൊ നെവിൻ ഇപ്പോഴും എന്താ ചെയ്തേ? അനുമോള് വെള്ളം കൂടി ഒഴിക്കുന്നു, ഓക്കെ, തെറ്റാണ്. വേറെ എന്തൊക്കെ ശിക്ഷ കൊടുക്കാൻ നെവിന്? അപ്പൊ നെവിന് അവിടെ ഏറ്റവും കുറവ് പേയ്മെന്റ് ഉള്ളത് നെവിനാ. പേയ്മെന്റ് ഞാൻ പറയുന്നില്ല. അപ്പോ അവന് പണം എടുക്കാനായിട്ടുള്ള അവന്റെ ആ ഒരു എന്താ പറയണ്ടേ, അവന് ജീവിക്കാനായിട്ടുള്ള ചാൻസ് അത്, അല്ലേ? പണം എടുക്കുക എന്ന് പറയുന്ന എല്ലാ മനുഷ്യരും അവിടെ എന്തിനാ പോണേ? നമ്മളൊക്കെ പൈസ ഉണ്ടാക്കാനാ പോണേ. അപ്പൊ നീ കാശുണ്ടാക്കാൻ പാടില്ല എന്ന് ബിഗ് ബോസ് പറയുന്നത് തെറ്റാണ്. അതിനോട് എനിക്ക് ഒരു യോജിപ്പും ഇല്ല. ഞാൻ ആരും ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സാബുമാൻ പോകുന്നൊക്കെ വിചാരിച്ചിരുന്നത്. അതെന്തായാലും എനിക്കത് ഫെയർ ആയിട്ട് തോന്നിയില്ല. ഈ അവസാനത്തെ ഒരു ഗെയിം നടന്നിരുന്നല്ലോ, അവസാനം നമ്മുടെ നൂറയും അക്ബറും അവസാനം വന്നു. അതെ, അവസാനം കപ്പ് നിങ്ങൾ വോട്ട് ചെയ്തു. അത് മോശമായി പോയി. കാരണം അത് അവർ ചർച്ച ചെയ്ത് അങ്ങനെയാണെങ്കിൽ ആദ്യം ചർച്ച ചെയ്ത് തീർത്താ പോരെ. അത് അൺഫെയർ ആണ്. കാരണം അവിടെ ഇപ്പൊ എന്താണ്, അല്ല ആദിലയും നൂറയും അക്ബറും ലാസ്റ്റ് വരുമ്പോഴത്തേക്കും ഒരു ഗെയിമോടെ വെക്കണമായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഇത്രയും ഗെയിം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് മാത്രമല്ല, ഇപ്പം 4 ടാസ്കിലൂടെ 4 ചാൻസസിലൂടെ ഒരു ഗെയിം വെച്ചിട്ട് ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും ചർച്ച ചെയ്യുന്ന പറയാനാണെങ്കിൽ തുടക്കത്തിൽ ചർച്ച ചെയ്താൽ പോരെ. അതിന്റെ ആവശ്യമില്ലല്ലോ. അതെ, ബാക്കി പിന്നെ